ഹായ് ഫ്രണ്ട്സ്, നാത്തൂൻ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ പഴം വെച്ചിട്ടൊരു സ്നാക്കാണ്. ഉന്നക്കായാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പഴം വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഉന്നക്കായ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഇവിടുത്തെ 4 പഴമാണ് എടുത്ത് നോക്കണേ. 4 പഴം എന്ന് പറഞ്ഞാൽ ഇത് ചെനച്ചിട്ടുള്ളൂ, അതായത് തീരെ പാകമാവാത്ത, അതായത് കളർ കയറിയിട്ടുള്ളൂ. കണ്ട, അധികം തീരെ പാകമാവാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായി പുഴുങ്ങി എടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കതിനായി ഇത് പുഴുങ്ങാം. നമ്മുടെ പഴം എല്ലാതും കൂടെ പുഴുങ്ങി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് തൊലിയൊക്കെ പൊളിച്ചിട്ട് നന്നായി ഈ ഒരു ബൗളിലിട്ടിട്ട് നന്നായി കൂട്ടി തിരുമ്പാം. നമ്മുടെ പഴം ഇവിടെ കുഴച്ച് കഴിഞ്ഞിട്ട് നന്നായി നല്ല പാകമായിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അതിന് മുന്നേ നമ്മുടെ നാളികേരം ചരുക്കി വെച്ചിട്ടായിരിക്കും നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യിൽ വറുത്തതാണ്, അത് ഇതിൽ ആഡ് ചെയ്യാം. നമുക്ക് ഇതിന് ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഇത് നമ്മുടെ ഉന്നക്കായ ഉണ്ടാക്കി വയ്ക്കാം. നമുക്കിത് കുറച്ച് ഉണ്ടാക്കിയിട്ട് നമുക്കതിന് ഓരോന്ന് എടുത്തിട്ട് നമ്മുടെ പാൻ ചൂടായി എണ്ണ ചൂടായി അതിലേക്ക് ഇടാം. നമ്മുടെ ഓരോ ഉന്നക്കായോടും നമുക്ക് ഇടാം. ഇതൊന്ന് കുറച്ചൊന്ന് തിരിച്ചിടാം. ഇതൊക്കെ നമുക്കൊന്ന് തിരിച്ചിടാം. നമ്മുടെ ഉന്നക്കായകൾ ഇവിടെ ഓരോന്നോരോന്നായിട്ട് റെഡി ആയിട്ട് നമുക്കത് കോരിയെടുക്കാം. നല്ല ഭംഗിയിൽ കാണാൻ സൂപ്പർ. ഇതുപോലെ നമുക്ക് എല്ലാതും എണ്ണയിലിട്ട് കോരിയെടുക്കാം. നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പഴം നേരിട്ട് നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവരൊക്കെ കഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ കമൻസും ലൈക്കും ഒക്കെ ഞങ്ങൾക്ക് തരാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഇനി നമ്മൾ വരുന്നവരേക്കും ബൈ.